പൂവണിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം 50 കുടുംബങ്ങൾ സന്തോഷിക്കുന്നു. ആ കുടുംബത്തോടൊപ്പം അവരുടെ കൂട്ടുകുടുംബങ്ങളെല്ലാം സന്തോഷിക്കുന്ന ഏറ്റവും സന്തോഷം നിറഞ്ഞ ഈ ഒരു ദിവസത്തിലേക്കാണ് നമ്മളെല്ലാവരും ഇന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കുടുംബത്തിലൊരു കല്യാണം കേട്ടോ. കല്യാണം എന്ന് വെച്ചാൽ സമൂഹ വിവാഹം നടക്കുകയാണ്. ആദ്യമായിട്ട് കേട്ടോ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോണത്. അറക്കൽ അഷറഫൊക്കെ നടത്തുന്ന സമൂഹ വിവാഹമാണ് കേട്ടോ. 25 ദമ്പതികളുടെ വിവാഹമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കും സാധിച്ചു പങ്കെടുക്കാൻ. അഷറഫ് ഖാൻ്റെ മോൻ ഫൈസലിൻ്റെ നിക്കാഹ് ഈ വേദിയിൽ തന്നെ നടക്കുന്നു കേട്ടോ. നാടിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് ഈ കല്യാണം നടന്നത് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ടോ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കാണാം. بارك الله لكم وبارك عليكم وجمع بينكم في خير وعافية. اللهم ألف بينهم كما ألفت بين حبيبنا محمد صلى الله عليه وسلم وأزواجه الطاهرات أمهات المؤمنين. اللهم أخرج منهم ذرية طيبة والسلام يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا ما كان صالحا واصلح لنا ما كان فاسدا وتب علينا إنك أنت التواب بالتفضل والحق والعدل والموصوف بالكرم المتعالي للانتقال والارتحال والزوال والعدم الذي لا يوصف بجنس فلا يحوي علمه لوح ولا قلم. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ज़मीन और ज़मान तुम्हारे लिए. അറക്കൽ അഷ്റഫ് ഖയുടെയും കുടുംബത്തിന്റെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഏതായാലും സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവടക്കം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ഒരുപാട് ഉസ്താദുമാർ ഒരുപാട് കാരണവന്മാരൊക്കെ ഈ ഒരു വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും പറയുന്നു, ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഇരിക്കുന്നവരിലുണ്ടെങ്കിൽ ഡൈനിങ് ഹാളിൽ ചെന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട മണവാളന്മാരും മണവാട്ടിമാരും അവർക്ക് നല്ലൊരു എൻട്രി നമ്മൾ നൽകുകയാണ്. എൻട്രിയുടെ സമയത്തും മനസ്സറിഞ്ഞുകൊണ്ട് നിറഞ്ഞൊരു കയ്യടി അവർക്ക് നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, റെഡിയാണോ? വഴിയിൽ നിൽക്കുന്നവര് അവിടെ താഴെ വഴിയിൽ നിൽക്കുന്നവർ നിർബന്ധമായിട്ടും ആ വഴിയിൽ നിന്ന് ഒരൽപ്പം മാറി കൊടുക്കണം. അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം പ്ലീസ്. ഫോട്ടോഗ്രാഫേഴ്സ് ടീം എല്ലാവരും ഇവിടെ വന്ന് നിൽക്കാനാണ് പറയുന്നത്. ഓക്കെ ആയിട്ടില്ല പറയാം. ഫോട്ടോഗ്രാഫേഴ്സ് മുഴുവൻ ഒന്ന് സ്റ്റേജിലേക്ക് എത്തിക്കണം. ഞാൻ ഇവിടെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം.
നമ്മുടെ സദസ്സിൽ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. സഹോദര സമുദായത്തിൽപ്പെട്ട കസാരൊന്ന് കുറച്ചും നീക്കി തരുമോ പോവാൻ? സതീശൻ സാറ്, അതുപോലെ തന്നെ ബി രാജേഷ് സാറ്, ബഹുമാനപ്പെട്ട പൊന്നാനിയുടെ MLA സാറ്, അവരുടെ കൈകളിലൂടെയാണ് ആ ഒരു ബൊക്കയും മാലയും നമ്മളിവിടെ വേദിയിൽ വെച്ചുകൊണ്ട് കൈമാറുന്നത്. ആ ഒരു ചടങ്ങിലേക്ക് കിടക്കുകയാണ്. വിവാഹം കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഈ ചടങ്ങിൽ 25 ദമ്പതികളാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഈ ആഹ്ലാദകരമായ മുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ പങ്കുവെക്കും. എല്ലാവർക്കും സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ശ്രീ അശോക് അറക്കലിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. എനിക്കും ഇങ്ങനെ ഒരു സ്നേഹിതൻ, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്നേഹിതനുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കും വലിയ അഭിമാനമാണ്. ഇനിയും ഒരുപാട് പേർക്ക് മാതൃകയായി ശ്രീ അഷ്റഫ് അറക്കൽ മാറട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ മീതെ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മളെ ഈ ഒരു ഹാളിൽ ഭക്ഷണം കഴിക്കാനുള്ളവരുണ്ടെങ്കിൽ ഡൈനിങ് ഹാളിൽ ചെന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇനി ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെയാണ് വേദിയിൽ. ഓക്കെ, വേദിയിലെ മാലയും ബൊക്കയും നൽകുന്നൊരു ചടങ്ങാണ്. നമ്മോടൊപ്പം വിവാഹിതരായിട്ടുള്ള അവരുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ വെച്ചുകൊണ്ടാണ് അത് നടന്നത്. അപ്പോൾ 4 പ്രിയപ്പെട്ടവരുണ്ട്, 4 പ്രിയപ്പെട്ട കുടുംബം, അതോടൊപ്പം 4 എന്ന് പറയുമ്പോൾ 8 കുടുംബങ്ങളാണ്. അവർക്കുള്ള മാലയും ബൊക്കയും നൽകുന്ന ഒരു ചടങ്ങാണ്. അഷ്റഫ് റെഡി? യെസ്. സന്തോഷം. ഭക്ഷണത്തിന്റെ കാര്യം ഒരിക്കൽ കൂടെ പറയുന്നു. ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൈനിങ് ഹാളിൽ ചെന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇനി സ്വർണ്ണാഭരണങ്ങൾ മണവാട്ടിമാർക്ക് കൈമാറുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മൾ നല്ലൊരു കൈയടി, ഗംഭീരമായിട്ടൊരു കൈയടി കൊടുക്കുക. നമ്മൾ